പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമസ്കാരം. ഞാൻ അമീർ അളമരം. വെൽക്കം ടു അമീർ അളമരം വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന ഒരു വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ LCHF ലോ കാർബ് ഹൈ ഫാറ്റ് ഡയറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഭക്ഷണ രീതി. ഇപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മുടെ ഈ ഫെബ്രുവരി 2-ാം തീയതി കോഴിക്കോട് ടാഗോർ ഹാൾ വെച്ച് വളരെ വലിയൊരു മെഗാ സമ്മിറ്റ് നടന്നു. അസീം മൽഹോത്ര, അഞ്ജലി ഹൂഡ, നമ്മുടെ ഒരുപാട് പ്രമുഖരായിട്ടുള്ള അസീം മൽഹോത്രയ്ക്ക് അയർലൻഡിലെ NHS ഹോസ്പിറ്റൽ, NHS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ അഡ്വൈസറി ബോർഡിൽ അംഗമുള്ള ആളാണ്, കാർഡിയോളജിസ്റ്റാണ്. അഞ്ജലി ഹൂഡ പറഞ്ഞിട്ടുള്ള മാഡം അതുപോലെ തന്നെ നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ ഡൽഹിയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഡോക്ടറാണ്. അപ്പോൾ അവരൊക്കെ വന്നു, ഡോക്ടേഴ്സ് മീറ്റ് നടത്തി. അങ്ങനെ വളരെ വലിയ ഒരു മെഗാ സബ്മിറ്റ് കഴിഞ്ഞു. അതിന് വളരെ സന്തോഷമുണ്ട്. കാരണം ജനങ്ങളിലേക്ക് ഇതിൻ്റെ ഒരു സയൻറ്റിഫിക്കായിട്ടും അതുപോലെ തന്നെ വളരെ സ്ഥായി ആയിട്ടുള്ള ഒരു വസ്തുതകളെല്ലാം നമുക്ക് കിട്ടി. അപ്പോൾ നമുക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ LCHF എന്താണ്, അതിൻ്റെ ബേസിക് ആയിട്ടുള്ള സയൻറ്റിഫിക് പ്രിൻസിപ്പിൾസും അതിൻ്റെ സപ്പോർട്ടിങ് ഇൻഫർമേഷൻ എല്ലാം നമുക്ക് കിട്ടി. വളരെ സന്തോഷം. അപ്പോൾ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് LCHF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ കാർബ് ഹൈ ഫാറ്റ് ഡയറ്റാണ്. എല്ലാവരും നമ്മളെ കളിയാക്കുന്ന ഒരു വിഷയമാണ് LCHF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇറച്ചി തീറ്റയാണ് ഇതിൽ മെയിനായിട്ട്. ചിക്കനും മട്ടനും ബീഫും അടിച്ച് കയറ്റുന്ന അല്ലെങ്കിൽ കഴിച്ച് സുഖലോലുപരായിട്ട് ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് ഈ LCHFൻ്റെ ആളുകൾ എന്നാണ്. പക്ഷേ ഇവരായിട്ടുള്ള വെജിറ്റേറിയൻ ആളുകൾക്കും LCHF ഫോളോ ചെയ്യാം. അപ്പോൾ LCHF ഫോളോ ചെയ്യാൻ വെജിറ്റേറിയൻ ആളുകൾക്ക് വേണ്ട മെനു അതെങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ ഭക്ഷണം കഴിക്കാം, ഏതൊക്കെ ഭക്ഷണങ്ങൾക്ക് ഒഴിവാക്കാം എന്നതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ സമയമുള്ള ആളുകൾ മാക്സിമം ഇത് കംപ്ലീറ്റ് ആയിട്ട് കാണാൻ ശ്രമിക്കുക. അല്ലാത്ത ആളുകൾ പിന്നെ കണ്ടാലും മതി, കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്നെ യൂട്യൂബിൽ കാണുന്നതെങ്കിൽ ഇവിടെ ചെറിയ സബ്സ്ക്രൈബ് എന്ന ബട്ടൺ അത് ക്ലിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉപകാരപ്രദമാവുന്ന വീഡിയോസുകളാണ് ഞാൻ ആഴ്ചയിൽ 3 പ്രാവശ്യമായിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. ബുധനാഴ്ചയും അതുപോലെ തന്നെ എല്ലാ വെള്ളിയാഴ്ച രാവിലെയും പിന്നെ ഞായറാഴ്ച രാവിലെയുമാണ് മെയിനായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയം. ബുധനാഴ്ച രാവിലെ 6 മണി ഇന്ത്യൻ സമയം 7:30 7:00 UAE സമയം 6 മണിക്ക് ഞാൻ അപ്ലോഡ് ചെയ്യും. അതുപോലെ തന്നെ വെള്ളിയാഴ്ച രാവിലെ 6 മണി UAE സമയം ഇന്ത്യൻ സമയം 7:30 ഞാൻ ഞായറാഴ്ചയുമായിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. ആ സമയങ്ങളിൽ എൻ്റെ വീഡിയോസ് നിങ്ങൾ കാണാവുന്നതാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളെ കൂട്ടുകാരിലൊക്കെ ഷെയർ ചെയ്ത് വിടുക. നിങ്ങൾ ഓൾറെഡി LCHF ഫോളോ ചെയ്യുന്നുണ്ട്, അത് തടി കുറയുന്നു, അസുഖങ്ങളെല്ലാം കുറയുന്നു, ബാക്കി എല്ലാ ബുദ്ധിമുട്ടുകൾ കുറയുന്നു. നിങ്ങൾ ഷെയർ ചെയ്യുന്നവരുടെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും അതുപോലെ തന്നെ നിങ്ങളെ ബാക്കിയുള്ള ആളുകൾക്കും ഈ ഒരു നോളജ്, ഇൻഫർമേഷൻ അവർക്ക് കിട്ടും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് വീഡിയോയിൽ കിടക്കാം. ഏതൊക്കെ ഭക്ഷണ രീതിയാണ്, എന്തൊക്കെയാണ് വെജിറ്റേറിയൻ, എങ്ങനെയൊക്കെയാണെന്നുള്ള പെട്ടെന്ന് നോക്കിയിട്ട് വളരെ പെട്ടെന്ന് നമുക്ക് വീഡിയോ കംപ്ലീറ്റ് ആക്കാം. ഓക്കെ. അപ്പോൾ നമ്മുടെ ഈ വെജിറ്റേറിയൻ എന്ന് പറഞ്ഞാൽ 2-3 ടൈപ്പ് വെജിറ്റേറിയൻ ആളുകളുണ്ട്. ഇത് ഞാൻ വേൾഡ് വൈഡിലായിട്ടാണ് നിങ്ങളോട് പറയുന്നത്. അതായത് വെഗൻസ് പറഞ്ഞ ഒരു വിഭാഗത്തിലുള്ള ആളുകളുണ്ട്, വെജിറ്റേറിയൻ തന്നെ. നമ്മൾ നാട്ടിലുള്ള വെജിറ്റേറിയൻ അല്ല ഞാൻ പറയുന്നത്, മൊത്തത്തിലുള്ള വെജിറ്റേറിയൻ ആ ഒരു രീതിയിലാണ് പറഞ്ഞത്. വെഗൻസ് പറഞ്ഞ ഒരു ടീമുണ്ട്, അതുപോലെ ലാക്ടോ വെജിറ്റേറിയൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടീമുണ്ട്, പെസ്കാട്രിയൻസ് എന്ന് പറഞ്ഞ വേറൊരു ടീമുണ്ട്. അങ്ങനെ 3 ടൈപ്പ് വെജിറ്റേറിയൻ ഉണ്ട്. നിങ്ങൾ കേൾക്കുമ്പോൾ അത്ഭുതമായിട്ട് തോന്നും. പക്ഷേ ഇത് നമ്മൾ കാണുന്ന നാട്ടിലുള്ള വെജിറ്റേറിയൻ മാത്രമല്ല. ചില ആളുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഞാൻ മറുപടി കൊടുക്കുമ്പോൾ തന്നെ ഞാൻ സൂചിപ്പിക്കാറുണ്ട്, ചില ആളുകൾക്ക് ഈ മുട്ട കുഴപ്പമില്ല, അത് കഴിക്കുന്ന വെജിറ്റേറിയൻ ആളുകളുണ്ട്. എന്നാൽ മുട്ട കഴിക്കാത്ത വെജിറ്റേറിയൻ ആളുകളുണ്ട്. അതുപോലെ തന്നെ പാല് കഴിക്കാത്ത വെജിറ്റേറിയൻ ആളുകളുണ്ട്, പാല് കഴിക്കുന്ന വെജിറ്റേറിയൻ ആളുകളുണ്ട്, കഴിക്കാത്തവരും കഴിക്കുന്നവരുണ്ട്. അപ്പോൾ പല വ്യത്യാസങ്ങൾ ഇതിലുണ്ട്. അപ്പോൾ വെഗൻസ് പറഞ്ഞ ഒരു കൂട്ടരുണ്ട്. ഇത് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് വെജിറ്റേറിയൻ ഫോളോ ചെയ്യുന്ന ആളുകളാണ്. അവർ പാൽ ഉൽപ്പന്നങ്ങൾ കഴിക്കില്ല, മീറ്റ് കഴിക്കില്ല, സീ ഫുഡ്സ് കഴിക്കില്ല, പാല് കഴിക്കില്ല, എഗ്ഗ് കഴിക്കില്ല, ഈവൻ അവർ ഹണി കഴിക്കില്ല, ഹണി പ്രൊഡക്ട്സുകൾ കഴിക്കില്ല. അങ്ങനത്തെ പ്യുവറായിട്ടുള്ള ആളുകളാണ് വെഗൻസ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഉള്ള ആളുകളുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് വെജിറ്റേറിയൻ തന്നെ ആ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. രണ്ടാമത്തേത് പറഞ്ഞ് ലാക്ടോ വെജിറ്റേറിയൻ എന്ന് പറഞ്ഞ ആളാണ്. ലാക്ടോ വെജിറ്റേറിയൻ അവർക്ക് പാലുൽപ്പന്നങ്ങൾ കഴിക്കാം, കുഴപ്പമില്ല. പക്ഷേ അവർ മീറ്റ്, റെഡ് മീറ്റുകൾ കഴിക്കില്ല, അതെല്ലാം അവോയ്ഡാണ്. അതുപോലെ തന്നെ ബാക്കിയുള്ള പ്രൊഡക്റ്റുകളും കുറച്ചുണ്ട്, അതും അവർ അവോയ്ഡ് ചെയ്യുന്നില്ല. മിൽക്ക് പ്രൊഡക്റ്റുകൾ അവർ കഴിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ്
ലാക്ടോ വെജിറ്റേറിയൻ എന്ന് പറയുന്നത്. പിന്നത്തെ ഒരു കൂട്ടർ സ്കാട്രിയൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാറ്റഗറി. ഈ ആളുകൾ സീ ഫുഡ്സ്, ഡയറി, എഗ്സ് ഇതെല്ലാം അവർ കഴിക്കും. അതുപോലെ തന്നെ പോൾട്രി ഐറ്റംസും റെഡ് മീറ്റും അവർ കഴിക്കില്ല. അങ്ങനെയുള്ള ഒരു വിഭാഗക്കാരുണ്ട്. അപ്പോൾ അങ്ങനത്തെ ആളുകൾ നമ്മളെ നാട്ടിൽ ഉണ്ട്. പക്ഷെ അവരൊക്കെ നമ്മൾ പറയുന്നത് ഒരു സെമി വെജിറ്റേറിയൻ എന്നുള്ള വിഭാഗത്തിലാണ്, ഹാഫ് വെജിറ്റേറിയൻ എന്നുള്ള വിഭാഗത്തിലാണ്. അവർക്ക് ന്യൂട്രിയൻസ് മൈക്രോ ന്യൂട്രിയൻസും ഒക്കെ നഷ്ടപ്പെടാൻ സാധ്യത വളരെ കുറവാണ്. അതൊക്കെ അവർക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ വെഗൻസ് പറഞ്ഞിട്ടുള്ള ആളുകൾക്ക് മൈക്രോ ന്യൂട്രിയൻസിൻ്റെ ഒക്കെ ലഭ്യത കുറവായിരിക്കും. അവരുടെ ഡയറ്റിൽ വളരെ പ്യുവറായിട്ടുള്ള വെജിറ്റേറിയൻ ഫോളോ ചെയ്യുന്ന ആളുകളായിരിക്കും. അപ്പോൾ ഇനി നമ്മൾ LCHF ലോ കാർബ് ഹൈ ഫാറ്റ് ഡയറ്റിൽ നമ്മൾ എന്തൊക്കെയാണ് ഫുഡുകൾ കഴിക്കേണ്ടത്, അത് ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെ നമ്മൾ കഴിക്കാൻ പറ്റും, ലഞ്ചിന് എന്തൊക്കെ കഴിക്കാൻ പറ്റും, ഡിന്നറിന് എന്തൊക്കെ കഴിക്കാൻ പറ്റും, ബ്രഞ്ചിന് എന്തൊക്കെ കഴിക്കാൻ പറ്റും, എന്തൊക്കെ ജ്യൂസുകൾ എന്തൊക്കെ കഴിക്കാൻ പറ്റും എന്നതിനെക്കുറിച്ച് ഒരു ചെറുതായിട്ടുള്ള ഒരു കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഈ LCHFൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ എല്ലാ ടൈപ്പ് ചീസുകൾ കഴിക്കാൻ പറ്റും. പനീർ കഴിക്കാം. അതുപോലെ തന്നെ പാലക്ക് ചീര, നമ്മുടെ സ്പിനാച്ച് എന്ന് പറഞ്ഞിട്ടുള്ള പാലക്ക് ചീര കഴിക്കുന്നുണ്ട്. എഗ്ഗ് കഴിക്കുന്ന ആളുകളുണ്ട്, കുഴപ്പമില്ല. അതുപോലെ തന്നെ നമ്മുടെ മിൽക്ക് കഴിക്കുന്ന ആളുകളുണ്ട്. യോഗട്ട് കഴിക്കുന്ന ആളുകൾ, തൈര്, മോര് ഐറ്റംസുകൾ കഴിക്കുന്ന ആളുകളുണ്ട്. അത് കഴിക്കാം, അതിന് കുഴപ്പമില്ല. പിന്നുള്ള കാര്യമാണ് മഷ്റൂം കഴിക്കാം. വെജിറ്റബിൾ സൂപ്പും കഴിക്കുന്നതിന് കുഴപ്പമില്ല. വെജിറ്റബിൾ സൂപ്പ്, മഷ്റൂംസ്, പിന്നെ ഒരുപാട് ഫ്രൂട്ട്സുകളുണ്ട്. ഫ്രൂട്ട്സുകൾ നമ്മുടെ സാധാരണ LCHF ഫോളോ ചെയ്യുന്ന ആളുകൾ തന്നെ ഫോളോ ചെയ്യുന്ന സെയിം സാധനം തന്നെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഗ്രേപ്പ് ഫ്രൂട്ട് കഴിക്കാം, അവഗാഡോ കഴിക്കാം, ഓൾ ടൈപ്സ് ഓഫ് ബെറി, സ്ട്രോബെറി, ബ്ലാക്ക്ബെറി, ബ്ലൂബെറി എല്ലാ ഐറ്റംസ് കഴിക്കാം, അത് കുഴപ്പമില്ല. പിന്നെ കോക്കനട്ട് കട്ട് ചെയ്ത് കഴിക്കാം, അതിന് കുഴപ്പമില്ല. തേങ്ങ പൂളായിട്ട് കഴിക്കാം, തേങ്ങ പാല് കഴിക്കാം, അത് കുഴപ്പമില്ല. കാരണം കോളിഫ്ലവർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കോളിഫ്ലവർ കൊണ്ട് നിങ്ങൾക്കറിയാം ഒരുപാട് ഡിഷസുകൾ നമ്മുടെ കെറ്റോ ഡയറ്റിൽ അല്ലെങ്കിൽ LCHF ഡയറ്റിലുണ്ട്. അത് നമുക്ക് ഫോളോ ചെയ്യാം. പലതരം സാധനങ്ങൾ, ബിരിയാണി, ഉപ്പുമാവ് എന്ന് വേണ്ട എല്ലാ ടൈപ്പ് ഡിഷസുകളുണ്ട്. ഇഷ്ടംപോലെ വീഡിയോസുകൾ നമുക്ക് ഈ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കാണാവുന്നതാണ്. കീറ്റോ ഡയറ്റ് പ്രിപ്പറേഷൻ പല തരത്തിലുള്ള ഫുഡുകൾ നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മുടെ കോളിഫ്ലവർ, സുക്കിനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമുണ്ട്. സുക്കിനി അത് നമ്മളെ ഈ ഒരു ടൈപ്പ് ഫ്രൂട്ടാണ്, പച്ചക്കറിയാണ്. അതും അലോഡാണ്, അത് കുഴപ്പമില്ല. പിന്നെ നട്ട്സുകൾ പല ടൈപ്പ് നട്ട്സുകളുണ്ട്. ബദാം കഴിക്കാം, കാഷ്യൂ നട്ട് കഴിക്കാം, അതുപോലെ തന്നെ നമ്മുടെ പിസ്ത കഴിക്കാം. പിന്നെ പലതരം സീഡുകളുണ്ട്, ഫ്ലാക്സ് സീഡ്, അതൊക്കെ ഉണ്ട്. പക്ഷേ ആവശ്യാർത്ഥം നിങ്ങൾ കഴിക്കാവുന്നതാണ്, ലഭ്യത അനുസരിച്ച് കഴിക്കുന്നത് കുഴപ്പമില്ല. പിന്നെ ഇത്രയും സാധനങ്ങൾ നിങ്ങളുടെ വെജിറ്റേറിയൻ ഡയറ്റിൽ ഇൻക്ലൂഡഡ് ആണ്. ഇത് ഏതൊക്കെ സാധനങ്ങൾ എപ്പോഴൊക്കെ ബ്രേക്ക്ഫാസ്റ്റിൽ എന്ത് കഴിക്കാം, ലഞ്ചിൽ എന്ത് കഴിക്കാം, ഡിന്നറിന് എന്ത് കഴിക്കാം, ജ്യൂസുകളായിട്ട് എന്ത് കഴിക്കാം എന്നുള്ള അടുത്ത് നമുക്ക് നോക്കാം. ഓക്കെ, വെജിറ്റേറിയൻ ഡയറ്റ് ഫോളോ ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരുപാട് വെള്ളം നിങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കണം. വെള്ളത്തിൻ്റെ ലഭ്യത, അതായത് 4 മുതൽ 5 ലിറ്റർ വെള്ളം വരെ, ഉപ്പിട്ട് നാരങ്ങ വെള്ളം, അതുപോലെ തന്നെ നമ്മുടെ LCHFൽ അനുവദീയമായിട്ടുള്ള സൂപ്പുകൾ എല്ലാം കഴിച്ചുകൊണ്ടിരിക്കണം. വെജിറ്റബിൾ സൂപ്പ്സ് എല്ലാം കഴിക്കണം. പിന്നെ ബട്ടർ കോഫി കഴിക്കാൻ പറ്റുന്ന ആളുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക്, മാക്സിമം 3 എണ്ണം ഇടയ്ക്കിടയ്ക്ക് കഴിക്കണം നിങ്ങൾ ശ്രമിക്കുക. പിന്നെ ഇതിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൽ നമുക്ക് കോളിഫ്ലവർ കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. കോളിഫ്ലവർ കൊണ്ട് പലതരം ഡിഷസുകൾ ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. പുട്ടുണ്ടാക്കുന്ന ആളുകളുണ്ട്, കോളിഫ്ലവർ കൊണ്ട് പുട്ട്. അതുപോലെ തന്നെ ഇതിൽ പല പിസ്സ ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. മുട്ട എല്ലാം വെച്ചിട്ട്, മുട്ടയും അതുപോലെ തന്നെ അതിൽ ഒരുപാട് സാലഡുകൾ, കോളിഫ്ലവറും പിന്നെ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്തിട്ട്, ചെറിയ കുക്കുംബറും അതുപോലെ തന്നെ നിങ്ങൾ ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എല്ലാം പീസ് ചെയ്തിട്ട്, തക്കാളി എല്ലാം ഇളക്കി പിസയായിട്ട് അവർ മുട്ടയിൽ പൊരിച്ചിട്ട് ഉണ്ടാക്കുന്ന അങ്ങനെ ഡിഷസുകൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത് മാറി മാറി ഓരോ വെറൈറ്റികളായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കുന്നതാണ്. പൗച്ച്ഡ് എഗ് ആയിട്ട് ഉണ്ടാക്കാം, അത് പല ടൈപ്പ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇഷ്ടാനുസരണം മാറ്റാവുന്നതാണ്. ലഞ്ചിന് വെറൈറ്റി ഓഫ് ആയിട്ട് നിങ്ങൾക്ക് പല ഡിഷസുകൾ വെജിറ്റേറിയൻ ഫോളോ ചെയ്യുന്ന ആളുകൾക്കുണ്ട്. എന്തൊക്കെയാണ് നമ്മൾ നോക്കാം. അതിൽ ഞാൻ പറഞ്ഞു അവിയൽ ഉണ്ടാക്കുന്നുണ്ട്. അവിയൽ ഉണ്ടാക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ കോളിഫ്ലവർ കൊണ്ട് തന്നെ അവിയൽ. അതുപോലെ തേങ്ങാച്ചോറ് എന്ന പേരിൽ തേങ്ങാച്ചോറ് ഉണ്ടാക്കുന്നത് പറഞ്ഞാൽ
നമ്മുടെ കോളിഫ്ലവറും തേങ്ങയും ഇട്ടിട്ട് തേങ്ങാ ചോറുണ്ടാക്കുന്ന ബിരിയാണി ഉണ്ടാക്കുന്ന ആളുകളുണ്ട് നമ്മുടെ കോളിഫ്ലവർ വെച്ചിട്ട്. അതുപോലെ ചില്ലി പനീർ ഉണ്ടാക്കാം. ചില്ലി പനീർ, കോളിഫ്ലവർ, എഗ്ഗ് കൊണ്ട് ബിരിയാണി ഉണ്ടാക്കുന്ന ആളുകൾ, അതും കോളിഫ്ലവർ വെച്ചിട്ടുള്ള ഡിഷസാണ്. പിന്നെ ഗോബി മഞ്ചൂരിയൻ ഉണ്ടാക്കാം. അതുപോലെ ചീസ് ബ്രൊക്കോളി ഉണ്ടാക്കാം. സാലഡുകൾ ഉണ്ടാക്കുന്നുണ്ട്, പല ടൈപ്പ് സാലഡുകൾ ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. പിന്നെ എഗ് സാലഡ് ഉണ്ടാക്കാം. പിന്നെ നമ്മുടെ പിസ്സ, മഷ്റൂം പിസ്സ, ഒലീവ് ഓയിലിൻ്റെ കായെല്ലാം ഇട്ടിട്ട്, ഒലീവ് ഓയിലിൻ്റെ കായ കിട്ടും, അതുകൊണ്ട് സാലഡിൽ ചേർത്ത് അതുകൊണ്ട് പിസ്സ ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. മഷ്റൂം പിസ്സ ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ കൂടുതലും നമ്മുടെ ഈ എഗ്ഗ് വെച്ചിട്ടാണ് അത് ഉണ്ടാക്കുന്നത്. അതിൽ ഒലീവ് ഓയിലിൻ്റെ കായ കട്ട് ചെയ്തിട്ട് മഷ്റൂംസ് എല്ലാം ചെറിയ പീസ് കട്ട് ചെയ്തിട്ട് അവർ പിസ്സ ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. പിന്നെ പാലക് പനീർ കറി ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. തക്കാളി റൈസ് ഉണ്ടാക്കുന്നു, ക്യാബേജ് റൈസ് ഉണ്ടാക്കുന്നു, മുളക് ബന്തി ഉണ്ടാക്കുന്നു. അങ്ങനെ പല ടൈപ്പ് ഡിഷസുകൾ, അവർക്ക് വെറൈറ്റി ആയിട്ടുള്ള ഡിഷസുകൾ നമുക്ക് പ്രിപ്പറേഷൻ ചെയ്യാവുന്നതാണ്. അതെല്ലാം നമ്മുടെ യൂട്യൂബിൽ വീഡിയോസ് ഉണ്ടാവും, എല്ലാം നിങ്ങൾ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് പ്രിപ്പറേഷൻ ചെയ്യാം. ജ്യൂസുകൾ ഞാൻ പറഞ്ഞ കുക്കുംബർ ജ്യൂസ് അടിക്കാം. അതുപോലെ തന്നെ സ്ട്രോബെറീസ് ഉണ്ട്, ഗ്രേപ്പ് ഫ്രൂട്ട് ജ്യൂസ് ഉണ്ട്, കോക്കനട്ട് ജ്യൂസ് ഉണ്ട്, ലെമൺ ജ്യൂസ് ഉണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടാനുസരണം മാറി മാറി ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഇതിൽ വേറൊരു കാര്യം എന്ന് പറയാൻ നിങ്ങൾ സ്മൂത്തികൾ പലതും ഉണ്ടാക്കുക. ചീസുകളും പനീറൊക്കെ വെച്ചിട്ട് നമ്മുടെ സ്മൂത്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ചീസ് ഇട്ടിട്ട് ജ്യൂസൊക്കെ അടിച്ചിട്ട് നമ്മുടെ സ്ട്രോബെറി എല്ലാം ആഡ് ചെയ്ത് വളരെ ഫ്ലേവർ ആയിട്ടുള്ള നല്ല ചീസ് സ്മൂത്തികൾ ഉണ്ടാക്കാം. അത് നിങ്ങൾ ട്രൈ ചെയ്യാം. ഒരുപാട് വെള്ളം കുടിക്കാം. അപ്പോൾ ഇതാണ് LCH വെജിറ്റേറിയൻ ഡയറ്റ് ഫോളോ ചെയ്യുന്ന ആളുകൾക്കുള്ള ഒരു ഇൻസ്ട്രക്ഷൻ. വളരെ സിമ്പിളാണ്. ഇതിൽ കൂടുതലായിട്ട് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ കഴിക്കുന്ന ഇതന്നെ കുറച്ചൊന്ന് വെറൈറ്റി ആയിട്ട് മാറ്റി ഉണ്ടാക്കാം. അപ്പം ഞാൻ തന്നെ രാവിലെ ഒരു ദിവസം മുട്ട 2 കഴിച്ചു കഴിഞ്ഞാൽ ഓംലേറ്റ് ആണെങ്കിൽ അടുത്ത ദിവസം പൗച്ച്ഡ് എഗ്ഗ് ഉണ്ടാക്കും. പിന്നത്തെ ഒരു ദിവസം അത് ബോയിൽഡ് എഗ്ഗ് ആയിരിക്കും. പിന്നെ അത് പിസ്സ മോഡൽ ഉണ്ടാക്കും. അങ്ങനെ വെറൈറ്റി ആയിട്ട് മാറ്റുണ്ടാകും. ചില ദിവസം കീറ്റോ പുട്ടായിരിക്കും. കീറ്റോ പുട്ട് തന്നെ കോളിഫ്ലവർ വെച്ചിട്ടില്ല, അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം കോളിഫ്ലവർ പൊരിച്ചിട്ടുള്ള കഴിക്കും. അങ്ങനെ മാറി മാറി കഴിക്കാവുന്നതാണ്. വളരെ വളരെ വ്യത്യസ്തമായിട്ട് അത് ഫ്ലേവറൊക്കെ ആഡ് ചെയ്ത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. വീണ്ടും ഇതുപോലെ വിജ്ഞാനപ്രദമായിട്ടുള്ള വീഡിയോസ് ലഭിക്കാൻ വേണ്ടി ഇവിടെ നിങ്ങൾ സബ്സ്ക്രൈബ് എന്ന ബട്ടൺ, ചുമന്ന ബട്ടൺ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. അത് ക്ലിക്ക് ചെയ്ത് വെക്കുക. അതിന് സൈഡിലായിട്ട് ബെല്ലിൻ്റെ ഒരു ചിത്രമുണ്ട്, അത് ക്ലിക്ക് ചെയ്ത ശേഷം വരും. അതും ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വീഡിയോ കാണാൻ പറ്റും. അപ്പോൾ മറ്റൊരു അറിവും പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. ഞാൻ അമീർ എളമരം. Thank you.